ചെറുവനം എന്നു പേരുള്ള നിറയെ പച്ചപ്പ് നിറഞ്ഞ ഒരു കാട്ടിൽ ചിക്കു എന്നും പീക്കു എന്നും പേരുള്ള രണ്ട് കൊച്ചു അണ്ണാറക്കണ്ണന്മാർ ജീവിച്ചിരുന്നു. ഒരു വലിയ മാവിന്റെ കൊമ്പിലായിരുന്നു അവരുടെ മനോഹരമായ കൂട്. ചുറുചുറുക്കും ആകാംക്ഷയുള്ളവനുമായിരുന്നു ചിക്കു. അവന് പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും കാണാനും ഇഷ്ടമായിരുന്നു. എന്നാൽ പീക്കു ആകട്ടെ ശാന്തനും ചിന്താശീലനുമായിരുന്നു. എന്ത് ചെയ്യുന്നതിനു മുൻപും ശ്രദ്ധയോടെ ചിന്തിക്കുക എന്നത് അവന്റെ ശീലമായിരുന്നു. സ്വഭാവത്തിൽ ഇത്രയേറെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടും അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം ശക്തമായ കാറ്റും മഴയും കാട്ടിലാഞ്ഞടിച്ചു. അവർ താമസിക്കുന്ന മാവിന്റെ ചില്ലകൾ ശക്തിയായി ആടിയുലഞ്ഞു. അവരുടെ കൊച്ചു കൂടുപോലും വിറയ്ക്കാൻ തുടങ്ങി. വരാനിരിക്കുന്ന ഒരു ആപത്തിന്റെ സൂചനയായിരുന്നു അത്. നമുക്ക് താഴെ ഇറങ്ങി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം, ചിക്കു ആവേശത്തോടെ പറഞ്ഞു. അത് അപകടമാണ് ചിക്കു, നമുക്ക് സുരക്ഷിതമായ ഒരിടത്ത് നിൽക്കാം. പീക്കു പതിയെ മറുപടി നൽകി. അപ്പോഴാണ് താഴെ നിന്നും നേർത്ത ഒരു കരച്ചിൽ അവർ കേട്ടത്. താഴേക്ക് നോക്കിയപ്പോൾ ഒരു കുഞ്ഞിക്കിളി തന്റെ കൂട്ടിൽ നിന്നും മഴയത്ത് നിലത്തു വീണ് കിടക്കുന്നു. തണുത്തു വിറയ്ക്കുന്നുണ്ട്. ഇത് കണ്ട് ഇരുവർക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ അതിനെ സഹായിക്കണം, ചിക്കു പറഞ്ഞു. പീക്കുവിന് ആദ്യം പേടി തോന്നി. പക്ഷെ തന്റെ കൂട്ടുകാരന്റെ ദയ പീക്കുവിന് ധൈര്യം കൊടുത്തു. അവർ കുഞ്ഞിക്കിളിക്ക് കൂടൊരുക്കാൻ തീരുമാനിച്ചു. ഉടൻ തന്നെ അവർ രണ്ടുപേരും ജോലി ആരംഭിച്ചു. ചിക്കു മിന്നൽ വേഗത്തിൽ പാഞ്ഞുപോയി വലിയ ഇലകളും ചെറിയ ചില്ലകളും കൊണ്ടുവന്നപ്പോൾ പീക്കു ഓരോന്നും ശ്രദ്ധയോടെ ചേർത്ത് വെച്ച് കിളിക്കുഞ്ഞിന് കാറ്റും മഴയും കൊള്ളാത്ത ഒരു കൊച്ചു കൂടുണ്ടാക്കി. അധികം വൈകാതെ മഴ നിന്നു. അപ്പോൾ ആ കുഞ്ഞിക്കിളിയുടെ അമ്മ തിരിച്ചു പറന്നെത്തി. തന്റെ കുഞ്ഞ് സുരക്ഷിതമായി ഇരിക്കുന്നത് കണ്ട് ആ അമ്മക്കിളി സന്തോഷത്തോടെ ചിലച്ചു. അന്നു മുതൽ ചെറുവനത്തിലെ എല്ലാവരും ചിക്കുവിനെയും പീക്കുവിനെയും ദയയുടെയും ധൈര്യത്തിന്റെയും കുഞ്ഞു ധീരന്മാർ എന്ന് വിളിക്കാൻ തുടങ്ങി. ആ അനുഭവത്തിൽ നിന്ന് ആ നല്ല ചങ്ങാതിമാർ ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിച്ചു. യഥാർത്ഥ സൗഹൃദം ഭയത്തെക്കാൾ ശക്തമാണ്. ദയയുള്ള ഹൃദയത്തിൽ നിന്നാണ് യഥാർത്ഥ ധൈര്യം ജനിക്കുന്നത്. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇഷ്ടമായോ? അടുത്തയാഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.